എല്ലാവർക്കും ടേൺ ടു സക്സസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട പദവികളായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിന് നല്ല റെസ്പോൺസാണ് നിങ്ങളിൽ നിന്ന് കിട്ടിയത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. അതിൽ പറയാത്ത കുറേ പ്രധാനപ്പെട്ട പദവികളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക, ആ വീഡിയോ കാണാം. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യുക, ഈ വീഡിയോയിലോട്ട് പോവാം. ഈ വീഡിയോയ്ക്കും അല്ലെങ്കിൽ ഈ ക്ലാസ്സിനും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: നിലവിലെ രാജ്യസഭ നേതാവ് ആരാണ്? നിലവിലെ രാജ്യസഭയിലെ നേതാവ് അല്ലെങ്കിൽ രാജ്യസഭ ലീഡർ ആരാണ്? ഏതാണ് ഉത്തരം വരിക? ആരാണ് ഉത്തരം വരിക? ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി ആരാണ്? JP നദ്ദയാണ്. ഓപ്ഷൻ സി JP നദ്ദയാണ് ഇതിൻ്റെ ആൻസർ വരിക അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറേ പ്രധാനപ്പെട്ട ലോകസഭയും രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രധാനപ്പെട്ട പദവികളുണ്ട്. PSC എക്സാമിന് ചോദിക്കാറുണ്ട്. നമുക്ക് ആ പദവികളിലോട്ട് എന്ത് ചെയ്യാം പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ലോകസഭ എടുക്കാം. നിലവിലെ ലോകസഭ സ്പീക്കറാണ് ആര്? നിലവിലെ ലോകസഭ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ് അല്ലേ. നിലവിലെ ലോകസഭ സ്പീക്കർ ഓം ബിർളയാണ്. അതുപോലെ തന്നെ ലോകസഭാ സ്പീക്കറിൻ്റെ മണ്ഡലം സ്ഥിരമായിട്ട് PSC ചോദിക്കാറുണ്ട്. ഏതാ മണ്ഡലം? രാജസ്ഥാനിലെ കോട്ടയാണ് അല്ലേ. രാജസ്ഥാനിലെ കോട്ടയാണ്. ഓർത്തിരിക്കുക, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, കോട്ടയാണ്. ഓക്കെ, ആദ്യത്തെ ലോകസഭാ സ്പീക്കർ ആരായിരുന്നു? നമ്മൾ GV മാവലിങ്കർ. പേരെയാണ് ഗണേഷ് വാസുദേവ് മാവലങ്കർ ആയിരുന്നു. രണ്ടാമത്തത് MA അയ്യങ്കാർ ആയിരുന്നു. ആരായിരുന്നു? MA അയ്യങ്കാർ. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി കൊടുത്തിരിക്കുക. എന്താണ്? ലോകസഭാ സ്പീക്കറെ പറ്റി പറയുന്ന ഭരണഘടനയിൽ ആർട്ടിക്കിൾ വെച്ചതാണ്. അത് ആർട്ടിക്കിൾ 93 ആണ്. ആർട്ടിക്കിൾ 93-ലാണ് ലോകസഭാ സ്പീക്കറെ പറ്റി പറയുന്നത്. അതുപോലെ എന്താണ്? പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് സ്പീക്കർ, അതായത് സ്പീക്കറുടെ റിമൂവൽ, നീക്കം ചെയ്യലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 94-ആണ്. നെക്സ്റ്റ്, ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ, അതായത് നിലവിൽ ആ പദവി എന്താണ്? വേക്കൻ്റ് ആണ്. ആദ്യത്തെ ആരായിരുന്നു? MA അയ്യങ്കാർ ആയിരുന്നു. ആദ്യത്തെ ആളായിരുന്നു MA അയ്യങ്കാർ അല്ലെ. 18ാമത് ലോകസഭയിലെ എന്താണ് പ്രോടൈം സ്പീക്കർ ആരായിരുന്നു ചോദിച്ചാൽ പ്രോടൈം സ്പീക്കർ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുക? പ്രോടൈം സ്പീക്കർ എന്ന് പറയുക അല്ലെ. ആരായിരുന്നു പ്രോടൈം സ്പീക്കർ? അത് ഭർതൃഹരി മെഹ്താബ് ആയിരുന്നു. ഭർതൃഹരി മെഹ്താബ്. നിലവിലെ ലോകസഭാ നേതാവ് ആരാണ്? ലോകസഭാ ലീഡർ ആരാണ്? നരേന്ദ്രമോദിയാണ് അല്ലേ. ലോകസഭാ മണ്ഡലം നമുക്കറിയാം വാരണാസിയാണ്, ഉത്തർപ്രദേശിലെ വാരണാസിയാണ്. അതുപോലെ ആദ്യത്തെ ലോകസഭാ നേതാവ് ആരായിരുന്നു വെച്ചാൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ, അതുപോലെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് നിലവിൽ രാഹുൽ ഗാന്ധിയാണ് അല്ലേ. രാഹുൽ ഗാന്ധിന്റെ മണ്ഡലം ഏതാണ്? റായ്ബറേലിയാണ്. ഉത്തർപ്രദേശിലെ റായ്ബറേലിയാണ് അല്ലേ. അതുപോലെ ആദ്യത്തെ ആരായിരുന്നു? AK ഗോപാൽ ആയിരുന്നു. AKG ആയിരുന്നു. പക്ഷെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല ആദ്യത്തെ ലോകസഭ അല്ലേ. ലോകസഭയിൽ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? അത് ഡോക്ടർ രാം സുഭഗ് സിംഗ് ആയിരുന്നു. ആരായിരുന്നു? ഡോക്ടർ രാം സുഭഗ് സിംഗ് ആണ്. അതുപോലെ ലോകസഭയിൽ അംഗീകൃത പ്രതിപക്ഷ നേതാവായ ഏക മലയാളി എന്ന് പറഞ്ഞാൽ CM സ്റ്റീഫൻ ആണ്. ആരാണ്? CM സ്റ്റീഫൻ. ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നിലവിലെ ലോകസഭയുടെ സെക്രട്ടറി ജനറൽ ആണ് ആര്? ഉത്പൽ കുമാർ സിംഗ് ആണ്. ആരാണ്? ഉത്പൽ കുമാർ സിംഗ്. ആദ്യത്തെ ആളായിരുന്നു MN കൗൾ ആണ്. ആരാണ്? MN കൗൾ ആണ്. MN കൗൾ. ഓർത്തിരിക്കുക, ഈ പദവി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ രാജ്യസഭയിലോട്ട് വരുന്ന സമയത്ത് നിലവിലെ രാജ്യസഭാ ചെയർമാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉപരാഷ്ട്രപതിയാണ് വരിക അല്ലേ. അപ്പോൾ നിലവിലെ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയായിട്ടാണ് ജഗദീപ് ധൻഖർ ആണ്. ആരാണ്? ജഗദീപ് ധൻഖർ ആണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻകാരനാണ്. പക്ഷേ ബംഗാളിൻ്റെ ഗവർണറൊക്കെ ആയിട്ട് സേവനം അനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു ആര്? ജഗദീപ് ധൻഖർ. അതുപോലെ ആദ്യത്തെ രാജ്യസഭാ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അതുപോലെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ അല്ലെ നിലവിൽ ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ് ആണ്. BJPന്റെ MP ആയിട്ടുള്ള ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ഹരിവംശ് നാരായൺ സിംഗ്. അതുപോലെ നിലവിലെ രാജ്യസഭാ നേതാവ് ആരാന്ന് വെച്ചാൽ അതാണ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ട ആരാണ്? JP നദ്ദയാണ് അല്ലെ. JP നദ്ദയാണ്. അതുപോലെ തന്നെ എന്താണ് അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള എന്താണ് ഏത് ഈ രാജ്യസഭാ അംഗങ്ങൾ നമുക്കറിയാം എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? 12 പേര് എന്താണ് നോമിനേറ്റഡ് ആണ്. രാഷ്ട്രപതി ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു? 238 പേരല്ലേ. അങ്ങനെ അവർ എന്ത് ചെയ്യുന്നു? സംസ്ഥാന നിയമസഭകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? തിരഞ്ഞെടുക്കുന്നു അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നൊക്കെ എന്തിനു വിളിക്കുന്നത്? രാജ്യസഭയെ നമ്മൾ വിളിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ നിലവിൽ 233 പേരും 12ആണ്. 245 രാജ്യസഭയിലെ അംഗങ്ങളുടെ എണ്ണം. പക്ഷെ പരമാവധി അംഗങ്ങളുടെ എണ്ണം 250 ആണ് വരും. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ് ഏത്
നിയമസഭയിൽ നിന്നുള്ള അംഗമാണ്. ഏത് സംസ്ഥാന നിയമസഭയിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് JP നദ്ദ എന്ന് വെച്ചാൽ ഏത് സംസ്ഥാന നിയമസഭ എന്ന് വെച്ചാൽ ഗുജറാത്ത് നിയമസഭയാണ്. ഏതാണ്? ഗുജറാത്ത് നിയമസഭയാണ് അല്ലെ. ഗുജറാത്ത് നിയമസഭയിൽ നിന്നുള്ള അംഗമാണ് ആര്? ഗുജറാത്ത് നിയമസഭയിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് ആര്? JP നദ്ദ അല്ലെ. അതുപോലെ ഗുജറാത്തിൽ നിന്നുള്ള വേറൊരു രാജ്യസഭാംഗമായിട്ടുള്ള ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ട്. ആരാണത്? അത് S ജയശങ്കർ ആണ്. ആരാണ്? S ജയശങ്കർ. അതുപോലെ നിർമ്മല സീതാരാമൻ എവിടുന്നാണ്? കർണാടക നിയമസഭയിൽ നിന്നാണ് അല്ലെ. അതുപോലെ അശ്വിനി വൈഷ്ണവ് ഒഡീഷ നിയമസഭയിൽ നിന്ന്. ഇവരൊക്കെ രാജ്യസഭാംഗങ്ങളാണ്, ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്? രാജ്യസഭ പ്രതിപക്ഷ നേതാവ്, നിലവിലെ രാജ്യസഭ പ്രതിപക്ഷ നേതാവ് ആരാണ്? മല്ലികാർജുൻ ഖാർഗെയാണ് അല്ലെ. കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെയാണ്. അദ്ദേഹം കർണാടക നിയമസഭയിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. എവിടെയാണ്? കർണാടക നിയമസഭ. അതുപോലെ നിലവിലെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരാണ്? PC മോഡിയാണ്. അതായത് പ്രമോദ് ചന്ദ്ര മോഡിയാണ്. അതുപോലെ തന്നെ ആദ്യത്തെ ആരായിരുന്നു? SN മുഖർജി ആയിരുന്നു. ആരായിരുന്നു? ആദ്യത്തെ ആരായിരുന്നു? SN മുഖർജി ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേരള മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ? കേരള മുഖ്യമന്ത്രിയാവുന്ന എത്രാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് വെച്ചാൽ എത്രാമത്തെ വ്യക്തിയാണ്? എത്രാമത്തെയാണ്? 12ാമത്തെ വ്യക്തിയാണ്. 12ാമത്തെ വ്യക്തിയാണ്. 23ാമത്തെ മുഖ്യമന്ത്രിയാണ് അല്ലെ. 12ാമത്തെ വ്യക്തിയും 23ാമത് മുഖ്യമന്ത്രിയുമാണ് ആര്? പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓർത്തിരിക്കുക, കേരള ഗവർണർ നമുക്കറിയാം എന്താണ്? രാജേന്ദ്ര അർലേക്കറാണ്. 23ാമതാണ് അല്ലെ. രാജേന്ദ്ര അർലേക്കറാണ് 23ാമതാണ്. അതുപോലെ അതിന് മുമ്പ് ആരായിരുന്നു? 22ാമത് ആരായിരുന്നു? ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു അല്ലെ. ആരിഫ് മുഹമ്മദ് ഖാൻ. ഓക്കെ. അപ്പം നിലവിൽ ബീഹാറിൻ്റെ ഗവർണറാണ് ആര്? ആരിഫ് മുഹമ്മദ് ഖാൻ. അതുപോലെ ബീഹാറിൻ്റെ ഗവർണർ ആയിരുന്നു ആര്? രാജേന്ദ്ര അർലേക്കർ. അദ്ദേഹം ബീഹാർ ഗവർണർ, രണ്ട് പദവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച്ഡ് ആണ് അല്ലെ. ബീഹാറും കേരളത്തിൻ്റെയും ഗവർണർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ് അല്ലെ. നിലവിൽ രാജേന്ദ്ര അർലേക്കർ ആണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി നമുക്കറിയാം പിണറായി വിജയൻ എത്രാമതാണ്? 23ാമതാണ്. 12ാമത്തെ വ്യക്തിയാണ് അല്ലെ. തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ആര്? പിണറായി വിജയൻ. അത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ആര്? പിണറായി വിജയൻ എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ. അതുപോലെ നിലവിൽ നിയമസഭാ സ്പീക്കർ പിണറായി വിജയന്റെ മണ്ഡലം ഏതാണ്? ധർമ്മടമാണ് അല്ലെ. ധർമ്മടം. ഓക്കെ. അതുപോലെ നിയമസഭാ സ്പീക്കർ AN ഷംസീർ ആണ് അല്ലെ. 24ാമത് സ്പീക്കറാണ് 15ാമത് നിയമസഭ. എത്രാമത് നിയമസഭയാണ്? 15ാമത് നിയമസഭയുടെ സ്പീക്കറാണ്. അതുപോലെ 24ാമത് സ്പീക്കറാണെന്ന് ഓർത്തിരിക്കുക. 24ാമത് സ്പീക്കർ ആവുന്നു. ഓക്കെ. അതുപോലെ AN ഷംസീർ അല്ലെ. മണ്ഡലം ഏതാണ്? തലശ്ശേരിയാണ് അല്ലെ. തലശ്ശേരിയാണ്. അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാറാണ്. അടൂരാണ്. അതുപോലെ പ്രോടൈം സ്പീക്കർ അല്ലെ. ആരായിരുന്നു? ഈ നിലവിലുള്ള നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ ആരായിരുന്നു വെച്ചാൽ PTA റഹീമാണ്. കുന്നമംഗലം MLA ആയിട്ടുള്ള PTA റഹീമാണ്. അതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. മണ്ഡലം ഏതാണ്? നോർത്ത് പറവൂരാണ് അല്ലെ. നോർത്ത് പറവൂരാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷൻ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഏതാണ് ഉത്തരം വരിക? ഓപ്ഷൻ A ആണ് അല്ലെ. പട്ടികജാതി കമ്മീഷനാണ് കിഷോർ മക്വാന ആണ്. ആരാണ്? കിഷോർ മക്വാന അല്ലെ. കിഷോർ മക്വാന. 7ാമത് ചെയർമാനാണ് ആര്? കിഷോർ മക്വാന. ഓക്കെ. ദേശീയ പട്ടികജാതി കമ്മീഷൻ കിഷോർ മക്വാന. അതുപോലെ തന്നെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ അന്തർ സിംഗ് ആര്യ. അതുപോലെ കേരള പട്ടികവർഗ കമ്മീഷൻ, കേരള SC/ST കമ്മീഷൻ്റെതാരാണ്? BS മാവോജി. ആരാണ്? BS മാവോജിയാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ പ്രിയങ്ക് കനൂഗോ ആണ്. പക്ഷെ അതിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും ഒരു ചേഞ്ച്. അപ്പോൾ എക്സാമിന് മേ ബി കുറച്ച് ഇതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പ്രിയങ്ക് കനൂഗോ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അതിൽ നിലവിൽ ഒരാൾക്ക് അഡീഷണൽ ചാർജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അതിന് നിലവിൽ അഡീഷണൽ ചാർജ് ഉള്ള വ്യക്തിയാണ് ആര്? തൃപ്തി ഗുർഹ. ആരാണ്? തൃപ്തി ഗുർഹയാണ്. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക, തൃപ്തി ഗുർഹക്കാണ് ഇപ്പോൾ ഈ പറഞ്ഞ നാഷണൽ ദേശീയ മുഖ്യ ബാലാവകാശ കമ്മീഷണറുടെ അഡീഷണൽ ചാർജുള്ള ചെയർപേഴ്സൺ ആയിട്ടുള്ള ആരാണ്? തൃപ്തി ഗുർഹയാണ്. ആരാണ്? തൃപ്തി ഗുർഹയാണ്. ഓക്കെ. അത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ KV മനോജ് കുമാറാണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആരാണ്? KV മനോജ് കുമാറാണ്. അതുപോലെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദവികളാണ്. അതുപോലെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ആരാണ്? ഹൻസിരാജ് ഗംഗാറാം ആഹിറാണ്. കേരള പിന്നാക്ക സമുദായ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് G ശശിധറാണ്. ഓക്കെ. അതുപോലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. അതുപോലെ സംസ്ഥാന ന്യൂനപക്ഷ സമുദായ കമ്മീഷൻ ആരാണ്? അത് AA റഷീദാണ്. അതുപോലെ സംസ്ഥാന യുവജന കമ്മീഷൻ ആരാണ്? ഷാജറാണ്. M ഷാജറാണ്. മേ ബി ഇതിൽ ഈ വീഡിയോ വരുന്ന സമയത്തേക്ക് ഈ പദവികൾ മേ ബി ചേഞ്ച് ഉണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാതെ അതിനനുസരിച്ച് എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പദവികളൊന്ന് ഓർത്തിരിക്കുക എന്താണ്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ്
ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ പട്ടികജാതി കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സുകൾ നോക്കിയിട്ട് നമുക്ക് പോകാം അല്ലേ. പട്ടികജാതി കമ്മീഷൻ ഏതാണ്? 338 ആണ്. ആർട്ടിക്കിൾ 338 ഇതിനെ പറ്റി പറയുന്നത്. പട്ടികജാതി കമ്മീഷൻ ഭാഗം 16 ഭാഗം 16 ആർട്ടിക്കിൾ 338 നിലവിൽ വന്ന എപ്പോഴായിരുന്നു? 2004 ഫെബ്രുവരി 19 അതുപോലെ ആദ്യ ചെയർമാൻ സൂരജ് ബാൻ ആയിരുന്നു അല്ലേ. പിന്നെ രണ്ടാമത് ബൂട്ടാ സിംഗ് ആണ്, PL പൂനിയാണ്, RS കഥേരിയ 2 പ്രാവശ്യം 2010 to 2016 വരെയായിരുന്നു. അതിനുശേഷം വിജയ് സാംബ്ലെ ആയിരുന്നു അല്ലേ. മേ ബി ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. കാരണം എക്സാമിന് ചിലപ്പോൾ താഴെ പറയുന്നവയിൽ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷനാവാത്ത വ്യക്തി ആര്, അല്ലെങ്കിൽ അവരെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റണം. അതുകൊണ്ട് ഇതൊക്കെ ഓർഡറിൽ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ബൂട്ടാ സിംഗ്, PL പൂനി, RS കഥേരിയ 2 പ്രാവശ്യമായ ആളാണ് ആര്? RS കഥേരിയ. വിജയ് സാംബ്ലെ. ഇപ്പോൾ 7ാമത് ചെയർമാനാണ് ആര്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കിഷോർ മക്വാന. ആരാണ്? കിഷോർ മക്വാനാണ്. ഇതിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ ഗതിക്കാണ്. അതായത് സാമൂഹ്യനീതി അതുപോലെ ശാക്തീകരണ മന്ത്രാലയത്തിന് ആണ് ചുമതല. ഇത് മന്ത്രാലയത്തിന് കീഴിൽ വെച്ചാൽ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയമാണ്. ചുമതലയുള്ള കേന്ദ്രമന്ത്രി ആരാണ്? വീരേന്ദ്രകുമാർ ഗതിക്കാണ്. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പഠിക്കുക പട്ടികവർഗ കമ്മീഷൻ. നേരത്തെ 338 ഇവിടെ 338 രണ്ടും വന്ന ഒരേ ഡേറ്റിനാണ്. 2004 ഫെബ്രുവരി 19 നേരത്തെ സൂരജ് ബാൻ ആയിരുന്നു. ഇവിടെ ആദ്യ ചെയർമാനാണ് കൻവർ സിംഗ് ആണ്. അതുപോലെ തന്നെ എന്താണ് 7ാമത് ചെയർമാൻ നേരത്തെ എന്താണ് കിഷോർ മക്വാൻ. ഇവിടെ ആരാണ്? അന്തർ സിംഗ് ആര്യയാണ്. ചുമതലയുള്ള കേന്ദ്രമന്ത്രി ആരാണ്? അർജുൻ മുണ്ടയാണ്. ആദിവാസി ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്റർ അല്ലെങ്കിൽ ആദിവാസി കാര്യ മന്ത്രാലയം ആരാണ്? അർജുൻ മുണ്ടയാണ്. നിലവിലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? നിലവിലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറാണത് വി ഹരി നായരാണ് അല്ലെ. വി ഹരി നായരാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ നോക്കിപ്പോൾ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വരുന്ന സമയത്ത് നിലവിൽ വന്നത് 2005 ഡിസംബർ 19 മാക്സിമം എന്താണ് 1+10, അതായത് 10 ഒരു ചെയർമാനും 10 കൂടാത്ത അംഗങ്ങൾ, 10 കൂടാൻ പാടില്ല. മാക്സിമം 11 പേരെ ആവാൻ പാടുള്ളൂ ചെയർമാൻ അടക്കം. ഓക്കെ. അതുപോലെ തന്നെ വകുപ്പ് ഏതാണ്? പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? 15 to 17 അല്ലെ. 15 to 17 വിവരാവകാശ നിയമത്തിലെ 15 to 17 വകുപ്പിലാണ് ഇതിനെപ്പറ്റി പറയുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. അതുപോലെ തന്നെ 12 to 14 വകുപ്പിലാണ് ഇതിനെപ്പറ്റി പറയുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, ദേശീയ വിവരാവകാശ കമ്മീഷനെ പറ്റി പറയുന്നത്. ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ആദ്യത്തെ ആളാണ് ആര്? പാലാട്ട് മോഹൻദാസ്. അതുപോലെ തന്നെ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ആര്? ഹീരാലാൽ സമാരിയ അല്ലെ. എത്രാമത്തെയാണ്? 12ാമത്തെ വ്യക്തിയാണ്. 12ാമത്തെ വ്യക്തിയാണ് ആര്? ഹീരാലാൽ സമാരിയ. അതിന് മുമ്പ് ഉണ്ടായിരുന്ന ആരായിരുന്നു? YK സിൻഹയാണ് അല്ലെ. YK സിൻഹ, അതായത് എന്താണ്? യശ്വർദ്ധൻ കുമാർ സിൻഹയായിരുന്നു. നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? അല്ലെങ്കിൽ CAG ആരാന്ന് ചോദിച്ചാൽ ആരാണ്? നിലവിലെ COG ആരാണ്? K സഞ്ജയ് മൂർത്തിയാണ്. ആരാണ്? K സഞ്ജയ് മൂർത്തി, അതായത് കുണ്ടു സഞ്ജയ് മൂർത്തി അല്ലെ. കുണ്ടു സഞ്ജയ് മൂർത്തി. ഏകദേശം എല്ലാ പേരുകളും സെയിം ആണ്. സഞ്ജയ് ഖന്ന. ആരാണ് സഞ്ജയ് ഖന്ന? നമ്മളെ സുപ്രീം കോടതിന്റെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. നിലവിൽ അദ്ദേഹം എല്ലാം മാറി. ഓക്കെ. എന്താണ്? സഞ്ജയ് മൽഹോത്ര നിലവിലെ RBI ഗവർണറാണ്. TV സോമനാഥ് എന്ന് പറഞ്ഞ ആരാണ്? നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ആണ് അല്ലെ. അപ്പൊ കുണ്ടു സഞ്ജയ് മൂർത്തിയാണ്. ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് CAG ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പ്രധാനമായിട്ടും ചോദിക്കുന്ന ഈ പോയിന്റ്സ് ആണ്. അതായത് ഇന്ത്യയിലെ എന്താണ് കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെ വരവ് ചെലവുകൾ കണക്കുകൾ പരിശോധിക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള പദവിയാണ് ഏതെന്ന് പറഞ്ഞാൽ CAG എന്ന് പറഞ്ഞാൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഈ ആശയം ഇന്ത്യ കടമെടുത്ത ബ്രിട്ടൻ എന്നാണ്. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് തലവനാണ് ആരെന്ന് പറഞ്ഞാൽ CAG. ഓക്കെ. ഭാഗം 5 ആർട്ടിക്കിൾ 148 മുതൽ 151 വരെയാണ് ആരെ പറ്റി പറയുന്നത്? CAG പറ്റി പറഞ്ഞല്ലേ. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അതുപോലെ നിയമനം ആരാണ്? രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് CAGയെ നിയമിക്കുക. അതുപോലെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. പിന്നെ കുറച്ച് വിശേഷണങ്ങളാണ്. പൊതുഖജനാവിന്റെ കാവൽക്കാരൻ, അതുപോലെ തന്നെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണ്, വഴികാട്ടി, കൂട്ടുകാരൻ എന്നൊക്കെയാണ് ആരറിയപ്പെടുന്നത്? CAG അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ CAG ആയിരുന്നു ആര്? V നരഹരി റാവു ആണ്. ആരാണ്? V നരഹരി റാവു ആണ്. ഓർത്തിരിക്കുക. V നരഹരി റാവു. ഓക്കെ. അതുപോലെ തന്നെ CAG നമ്മൾ പറഞ്ഞു K സഞ്ജയ് മൂർത്തിയാണ്. തൊട്ടു മുമ്പായിരുന്നു ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്രയാണ്. എത്രാമതാണ്? 26ാമതാണല്ലേ. 26ാമത്.
അതുപോലെ 25ാമത് RBI ഗവർണർ ആരായിരുന്നു? അത് നമ്മുടെ എന്താണ് ആരാണ്? ശക്തികാന്ത ദാസ് ആണ് അല്ലേ. അദ്ദേഹത്തിന്റെ ഒഴിവിലേക്കാണ് ആര് വന്ന? RBI ഗവർണർ അല്ലേ, സഞ്ജയ് മൽഹോത്ര. അപ്പോൾ സഞ്ജയ് മൽഹോത്ര മുൻപ് വഹിച്ച പദവി എന്ന് വെച്ചാൽ കേന്ദ്ര റവന്യൂ സെക്രട്ടറി ആയിരുന്നു. ആ പദവി നിന്നാണ്, അത് ഓർത്തിരിക്കുക, കേന്ദ്ര റവന്യൂ സെക്രട്ടറി എന്നുള്ള പദവി നിന്നാണ് അദ്ദേഹം RBI ഗവർണർ എന്നുള്ള പദവിയിലോട്ട് വരുന്നത് അല്ലേ. അതുപോലെ 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര്? സഞ്ജയ് ഖന്ന. 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര്? സഞ്ജയ് ഖന്ന. ഓക്കെ, അദ്ദേഹം വിരമിച്ചു. ആ ഒഴിവിലോട്ട് എന്താണ് പുതുതായിട്ട് ഒരാൾ വന്നു അല്ലെ. അപ്പൊ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്, അല്ലെങ്കിൽ 52ാമതാണ് ആര്? BR ഗവായ് അല്ലെ. BR ഗവായ്, അതായത് ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. ആരാണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. അപ്പൊ ഈ പോയിന്റ്സുകൾ ഇമ്പോർട്ടന്റ് ആണ്. ചുമതലയേറ്റ എന്ന് വെച്ചപ്പോഴാണ് 2025 മെയ് 14 ചുമതലയേറ്റപ്പോഴാണ് 2025 മെയ് 14. അതുപോലെ 2025 നവംബർ 23 വരെയാണ്, ഒരു 6 മാസത്തിനടുത്ത് വരെ ഉള്ളൂ കാലാവധി. 2025 നവംബർ 23 വരെയാണ് അദ്ദേഹത്തിന് എന്ത് വരിക? കാലാവധി വരിക. അതുപോലെ ഇതിനു മുമ്പ് അദ്ദേഹം വഹിച്ച പദവി ഏതായിരുന്നു? ദേശീയ നിയമ സർവകലാശാല അല്ലെ, അല്ലെങ്കിൽ NLU എന്താണ്, നാഷണൽ ലോ യൂണിവേഴ്സിറ്റിന്റെ ചാൻസലർ ആയിരുന്നു ആര്? ഈ പറഞ്ഞ BR ഗവായ്. അതുപോലെ തന്നെ മഹാരാഷ്ട്ര സ്വദേശിയാണ് ഇദ്ദേഹം. മഹാരാഷ്ട്ര സ്വദേശിയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ എന്താണ്, അദ്ദേഹം ഇന്ത്യയുടെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 2019 to 2025. അതുപോലെ ബോംബെ ഹൈക്കോടതി ജഡ്ജി 2003 മുതൽ 2019 വരെ. ഇത് ഓർത്തിരിക്കുക, കാരണം ചിലപ്പോൾ ഈ പദവികളായിരിക്കും തരിക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യനൊക്കെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുണ്ട്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, എന്താണ്, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, വീഡിയോ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ബാക്കിയും കാര്യങ്ങൾ ബാക്കി കുറേ പ്രധാനപ്പെട്ട കുറേ പദവികൾ പറയാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് കൂടുതൽ വീഡിയോസിനായിട്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങൾ സജഷൻസ് എന്ത് ചെയ്യുക? പറയുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് വീണ്ടും വീഡിയോ നൽകാനുള്ള പ്രോത്സാഹനം. കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്ത് നല്ലൊരു അഭിപ്രായം കിട്ടിയോണ്ടാണ് ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടിന്യൂഷൻ വീഡിയോ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അത് മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ നമ്മൾ ഡെയിലി ലൈവ് ക്ലാസ്സസും ഇതിൻ്റെ നോട്ട്സൊക്കെ ഷെയർ ചെയ്ത് തരും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ആ ചാനലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എന്താണ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഈ വീഡിയോൻ്റെ കമൻറ്റിലും എന്ത് ചെയ്തിട്ടുണ്ട്? പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? ടെലിഗ്രാം ചാനലും കൂടി എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യുക? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിലവിലെ? ആരാണ്? ജസ്റ്റിസ് നിതിൻ മധുകർ ജംദർ ആണ് അല്ലെ. ജസ്റ്റിസ് നിതിൻ മധുകർ ജംദർ ആണ്. ആദ്യത്തെ ആളാണ് ആര്? KT കോശി അല്ലെ. ആദ്യത്തെ മലയാളി വനിതയാണ് ആര്? KK ഉഷ. ആദ്യത്തെ വനിതയാണ് ആര്? ജസ്റ്റിസ് സുജാത മനോഹർ എന്ന് പറഞ്ഞാൽ, ജസ്റ്റിസ് സുജാത മനോഹർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കേരള ഹൈക്കോടതിയായിട്ട് ബന്ധപ്പെട്ട നിലവിലെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് മധുകർ ജംദർ ആണ് അല്ലെ. അതുപോലെ 2024 സെപ്റ്റംബർ 26 മുതലാണ് അദ്ദേഹം ഈ പദവിയിലോട്ട് എത്തിയത്. 39ാമത് ചീഫ് ജസ്റ്റിസ് ആണ്. അതുപോലെ 38ാമത് ആരായിരുന്നു? ആശിഷ് ജിതേന്ദ്ര ദേശായി ആയിരുന്നു. കേരള ഹൈക്കോടതി നിലവിൽ വന്നപ്പോഴാണ് 1956 നവംബർ 1 അത് ഉദ്ഘാടനം ചെയ്ത് 1956 നവംബർ 5 ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശിയാണ്. ആദ്യ വനിത സുജാത V മനോഹർ. അവിടെ തന്നെ ഓർത്തിരിക്കുക, സുപ്രീം കോടതി ജഡ്ജിയാവുന്ന ആദ്യ വനിത എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നത് ആരാണ്? അന്ന ചാണ്ടിയാണ്. രണ്ടാമത്തെ വനിതയായിരുന്നു ആര്? സുജാത V മനോഹർ. ഓക്കെ, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ മലയാളി വനിതയാണ് ആര്? KK ഉഷ. ആരാണ്? KK ഉഷ. അടുത്തുപോലെ ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ നിലവിലെ ചെയർമാൻ ആരാന്ന് വെച്ചാൽ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ്. 2023 ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിലവിൽ വന്നപ്പോഴാണ്. ഗ്രീൻ ട്രൈബ്യൂണൽ നിലവിൽ 2010 ഒക്ടോബർ 18 അല്ലെ. നിലവിൽ വരാൻ കാരണമായ നിയമം ഏതാണ്? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് 2010 നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് ഏത് വർഷം എന്ന് വെച്ചാൽ 2010. അതുപോലെ നിലവിലെ സെൻസസ് കമ്മീഷണർ ആരാണ്? മൃത്യുഞ്ജയ് കുമാർ നാരായണാണ് നിലവിലെ സെൻസസ് കമ്മീഷണർ. ഓക്കെ അല്ലേ. അപ്പോൾ പുതിയ ISRO ചെയർമാനായി നിയമിതനായത് ആരാണെന്ന് വെച്ചാൽ നമുക്കറിയാം. ആരാണ് പുതിയ ISRO ചെയർമാനായി നിയമിതനായ വ്യക്തി? ഡോക്ടർ V നാരായണനാണ്. ഡോക്ടർ V നാരായണനാണ്. ഓർത്തിരിക്കുക, ഡോക്ടർ V നാരായണൻ അല്ലേ.
ഡോക്ടർ വി നാരായണനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ പഠിച്ചു വെക്കുക. 11ാമത് ISRO ചെയർമാനാണ്. തമിഴ്നാട് നാഗർകോവിൽ സ്വദേശിയാണ്, നാഗർകോവിലാണ് അല്ലേ. അതുപോലെ ഇതിനു മുമ്പ് തൊട്ടുമുമ്പ് വഹിച്ച പദവി എന്ന് പറഞ്ഞാൽ എന്താണ്, ലിക്വിഡ് പ്രൊപ്പൾഷൻ സിസ്റ്റം സെൻറ്റർ അല്ലെ, LPSC തിരുവനന്തപുരത്ത് വലിയ മല സ്ഥിതി ചെയ്യുന്ന, അല്ലെ തിരുവനന്തപുരത്തെ വലിയ മല ആസ്ഥാനമായിട്ടുള്ള എന്താണ് LPSCൻ്റെ ഡയറക്ടർ ആയിരുന്നു ആര് എന്ന് പറഞ്ഞാൽ ഡോക്ടർ വി നാരായണൻ. അതുപോലെ തന്നെ ഇന്ത്യൻ ക്രയോമാൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ISRO ചെയർമാനായ മലയാളികളെ ഓർഡർ ഒന്ന് പഠിക്കുക. ആദ്യത്തെ ആള് MGK മേനോൻ അല്ലെ, രണ്ടാമത്തെ അയാളായിരുന്നു. അതുപോലെ MGK മേനോൻ കഴിഞ്ഞ് പിന്നെ എന്താണ് 5ാമത്തെയാണ് ആര് വരിക, കസ്തൂരി രംഗൻ. 6 ആരാണ്, G മാധവൻ നായരാണ്. 7ാമത്തെ ആരാണ്, ഡോക്ടർ K രാധാകൃഷ്ണനാണ് അല്ലെ. 2, 5, 6, 7 അല്ലെ. പിന്നെ 10ാമത്തെ ആളായിരുന്നു ആര്, 10ാമത്തെ ചെയർമാനായിരുന്നു ആരെന്ന് പറഞ്ഞാൽ S സോമനാഥാണ്. ഒന്ന് ഓർത്തിരിക്കും. ഓക്കെ, 5, 6. ഓക്കെ, MGK മേനോൻ, K കസ്തൂരി രംഗനൊക്കെ ഓർത്തിരിക്കുക. കാരണം അദ്ദേഹം ഈ ഇടക്കാണ് അന്തരിച്ചത്, അതുകൊണ്ട് അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. ISROയുടെ ആദ്യത്തെ നമുക്കറിയാം വിക്രം സാരാഭായ്, 2ാമത് MGK മേനോൻ, 3ാമത് ആരായിരുന്നു, 3ാമത് സതീഷ് ധവാൻ ആയിരുന്നു അല്ലെ. ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്ന അടുത്ത UR റാവു ആണ്. അതിനുശേഷമാണ് ആരാ, K കസ്തൂരി രംഗൻ 5ാമത്തെ ISRO ചെയർമാൻ. അതൊന്ന് ഓർത്തിരിക്കുക, മെൻഷൻ ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ പറഞ്ഞ എന്താണ്, ഈ പറഞ്ഞതാണ് M മോഹനൻ എന്ന് പറഞ്ഞ നിലവിൽ LPSC ലിക്വിഡ് പ്രൊപ്പൾഷൻ സിസ്റ്റം സെൻറ്ററിൻ്റെ ആ ഡയറക്ടറാണ് ആര്, M മോഹനൻ. അതേപോലെ ഈ വി നാരായണൻ ഒഴിഞ്ഞൊഴിവിലേക്കാണ് അദ്ദേഹം വന്നത്. അതായത് അതുപോലെ VSSC അല്ലെ, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടറാണ് S ഉണ്ണികൃഷ്ണൻ നായർ. അതുപോലെ അടുത്ത വർഷം നിലവിലെ സംയുക്ത സൈനിക മേധാവി ഇമ്പോർട്ടൻ്റ് ആണ് ആരാണ്, അനിൽ ചൗഹാൻ, CDS ചീഫ് ഡിഫൻസ് സ്റ്റാഫ് അല്ലെ. സംയുക്ത സൈനിക മേധാവി ആരാണ്, എന്താണ് അനിൽ ചൗഹാനാണ്. 2ാമത്തെ ആളാണ്, 2ാമത്തെ CDS ആണ് ആര്, അനിൽ ചൗഹാൻ. ആദ്യത്തെ വ്യക്തി ആരായിരുന്നു, വിപിൻ റാവത്താണ് അല്ലെ. വിപിൻ റാവത്ത് 2020 ജനുവരി 1-നാണ് അദ്ദേഹം ആ പദവിയിലേക്ക് ചുമതല ഏൽക്കുന്നത്. ഇന്ത്യൻ കരസേനയുടെ 26ാമത് ആർമി സ്റ്റാഫ് മേധാവിയായിട്ട് ആ പദവിയിൽ നിന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ചീഫ് ഡിഫൻസ് സ്റ്റാഫ് അല്ലെങ്കിൽ സംയുക്ത സൈനിക മേധാവിയായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ചുമതലയേൽക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം 2021 ഡിസംബർ 8 ഓർത്തിരിക്കുക, കൂനൂർ നടന്ന ഹെലികോപ്റ്റർ അപകടത്തിൽ വിപിൻ റാവത്ത് എന്ത് ചെയ്തു, മരണപ്പെട്ടു അല്ലെ. എന്താണ് ആ വർഷം ഓർത്തിരിക്കുക, 2021 ഡിസംബർ 8. എവിടെയാണ്, കൂനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി ആരാന്ന് ചോദിച്ചാൽ ആരാണത്, അത് വിപിൻ റാവത്താണ്. ആരാണ്, വിപിൻ റാവത്താണ്, ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നിലവിലെ കരസേനാ മേധാവി ആരാണ്, നിലവിലെ കരസേനാ മേധാവിയാണ് ആര്, ഉപേന്ദ്ര ദ്വിവേദി. ആരാണ്, ഉപേന്ദ്ര ദ്വിവേദിയാണ്. കരസേന ദിനം ഒന്നാണ്, ജനുവരി 15 അല്ലെ, ജനുവരി 15. അതുപോലെ നിലവിലെ നാവികസേനാ മേധാവിയാണ് ആര്, ദിനേശ് കെ ത്രിപാഠി അല്ലെ, ദിനേശ് കെ ത്രിപാഠി. നാവികസേനാ ദിനം ഒന്നാണ്, ഡിസംബർ 4 അല്ലെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 1971 നമ്മൾ പറയാം ബംഗ്ലാദേശ് ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് കറാച്ചി തുറമുഖത്ത്, എവിടെയാണ്, കറാച്ചി തുറമുഖത്ത് ഇന്ത്യൻ നാവിക സേന നടത്തിയ ആക്രമണത്തിന്റെ ഓർമ്മക്കായിട്ടാണ് ഡിസംബർ 4 എന്തായിട്ട് ആചരിക്കുന്നത്, നാവിക സേനാ ദിനമായിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ. അതുപോലെ നിലവിലെ വ്യോമസേനാ മേധാവി ആരാണത്, അമർപ്രീത് സിംഗ് ആണ്. ആരാണ്, അമർപ്രീത് സിംഗ് ആണ്, AP സിംഗ് അല്ലെ. അതുപോലെ വ്യോമസേനാ ദിനം ചോദിച്ചെന്താണ്, ഡിസംബർ 8. ആദ്യത്തെ വ്യോമസേനാ മേധാവി ആയിരുന്ന സുബ്രതോ മുഖർജി അല്ലെ, സുബ്രതോ മുഖർജി. അദ്ദേഹമാണ് വ്യോമസേനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആരാണ്, സുബ്രതോ മുഖർജിയാണ്, വ്യോമസേനയുടെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുപോലെ നിലവിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്, പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. അതുപോലെ CBI ഡയറക്ടർ പ്രവീൺ സൂദാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ചോദിക്കാറുണ്ട്, അജിത് ദോവലാണ്. ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ആരാണ്, തപൻ കുമാർ ദേഗ. ആരാണ് ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ആരാണ്, തപൻ കുമാർ ദേഗയാണ്. അതുപോലെ തന്നെ സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിലവിൽ എന്താണ്, ഐക്യരാഷ്ട്രയിലെ സ്ഥിരം പ്രതിനിധി, അതായത് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം നമുക്കറിയാം ന്യൂയോർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഐക്യരാഷ്ട്രയിലെ ആസ്ഥാനത്തിലെ അല്ലെങ്കിൽ എന്താണ് ന്യൂയോർക്കിലെ സ്ഥിരം പ്രതിനിധിയാണ് ആരെന്ന് വെച്ചാൽ പർവ്വതനേനി ഹരീഷാണ്. തെലങ്കാനക്കാരനായിട്ടുള്ള രുചിര കമ്പോജ് ആയിരുന്നു അല്ലെ. ആ ഒരു ഒഴിവിലേക്കാണ് ആര് വന്നത്, പർവ്വതനേനി ഹരീഷ് നിയമിതനായത്. അതുപോലെ യുനെസ്കോയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്, യുനെസ്കോയുടെ സ്ഥിരം പ്രതിനിധി വിശാൽ ശർമ്മയാണ്. ആരാണ്, വിശാൽ ശർമ്മയാണ്. ഇവിടെ ഇതും കൂടി ഒന്ന് ഓർത്തിരിക്കുക, ഐക്യരാഷ്ട്രസഭയുടെ ജനീവ ഘടകം ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ് അരിന്ദം ബാഗ്ചിയാണ്. ജനീവ ഘടകമാണെങ്കിൽ അരിന്ദം ബാഗ്ചിയും, ന്യൂയോർക്ക് അല്ലെങ്കിൽ നോർമലി ഇതിന്റെ ആസ്ഥാനത്തെ പ്രതിനിധി ആരെന്ന് പറഞ്ഞാൽ, പ്രതിനിധി എന്ന് വെച്ചാലാണ് പർവ്വതനേനി ഹരീഷ് ആണോ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ.
നെക്സ്റ്റ് നമുക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിന്റെ ചെയർമാൻ ആരാണ്? മാധവ് കൗശിക് ആണ് അല്ലെ. ലളിതകലാ അക്കാദമി വി നാഗദാസ് ആണ്. സംഗീത നാടക അക്കാദമി സന്ധ്യ പുരേച്ചയാണ്. ഓർത്തിരിക്കുക, ഇതിന്റെ മൂന്നിന്റെയും ആസ്ഥാനത്തിന്റെ പേര് ഒന്ന് തന്നെയാണ്, രവീന്ദ്ര ഭവൻ, ന്യൂഡൽഹിയിലാണ് ഇതിന്റെ മൂന്നിന്റെയും ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് നമ്മുടെ കേരള സാഹിത്യ അക്കാദമി അല്ലെ. കേരള സാഹിത്യ അക്കാദമി നിലവിലെ ചെയർമാൻ ആരാണ്? കെ സച്ചിദാനന്ദനാണ്. ആരാണ്? കെ സച്ചിദാനന്ദനാണ്. അതുപോലെ കേരള സാഹിത്യ അക്കാദമി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻസ് പോയിന്റ്സുകൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. നിലവിൽ വന്നത് 1956 ഓഗസ്റ്റ് 15-നാണ്. പക്ഷേ ഇത് ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് 1956 ഒക്ടോബർ 15-നാണ്. ഇതിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു? ചോദിക്കാറുണ്ട് അല്ലേ, സർദാർ കെ എം പണിക്കറാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായ ആദ്യ വനിത എന്ന് വെച്ചാലാണത് ലളിതാംബിക അന്തർജനാണ്. പ്രസിദ്ധീകരണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ സാഹിത്യ ചക്രവാളം, സാഹിത്യലോകം, മലയാളം ലിറ്ററേച്ചർ സർവേ. സാഹിത്യ ചക്രവാളം, സാഹിത്യലോകം, മലയാളം ലിറ്ററേച്ചർ സർവേ. അപ്പോൾ ഒരു കേരളത്തിൽ ഒരു സ്ഥാപനം പഠിക്കുന്ന സമയത്ത് നിലവിൽ വന്ന് പഠിക്കുക, ആസ്ഥാനം പഠിക്കുക, പ്രഥമ പ്രസിഡന്റ് പഠിക്കുക, അതിൻ്റെ പ്രസിദ്ധീകരണം നിങ്ങൾ പഠിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC എപ്പോഴും എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഏരിയ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത കേരള ലളിതകലാ അക്കാദമി ആരാണ് നിലവിലെ ചെയർമാൻ? മുരളി ചീരോളത്ത് ആണ്. ചിത്രകലയായിട്ട് ബന്ധപ്പെട്ടാണ് മുരളി ചീരോത്ത്. അതുപോലെ ഈ പറഞ്ഞ എന്താണ്, ചിത്രകല, ശില്പകല, വാസ്തുവിദ്യനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനമാണ് ഇത് കേരള ലളിതകലാ അക്കാദമി. അവർ നൽകുന്ന പുരസ്കാരമാണ് ഇത് രാജാ രവിവർമ്മ പുരസ്കാരം നൽകുന്നത് ആരെന്ന് വെച്ചാലാണ് കേരള ലളിതകലാ അക്കാദമിയാണ്. നിലവിൽ വന്നത് 1962-ലാണ്. ആസ്ഥാനം എവിടെയാണ്? ചെമ്പുകാവ്, തൃശ്ശൂരാണ് അല്ലെ. പ്രഥമ ചെയർമാൻ എം രാമവർമ്മ രാജയാണ് അല്ലെ. ഇതിന്റെ ആസ്ഥാനം ചോദിക്കണം. ആസ്ഥാനം മന്ദിരം ഡിസൈൻ ചെയ്തത് നമ്മളെ ലാറി ബേക്കറാണ്. വാസ്തുവിദ്യയിലെ ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന ലാറി ബേക്കറാണ്. ഓക്കെ, അതുപോലെ മുഖമാസിക ഏതാണ്? ചിത്രവാർത്തയാണ്. മുഖമാസിക ഏതാണ്? ചിത്രവാർത്തയാണ്. ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് കേരള സംഗീത നാടക അക്കാദമിയാണ്. അതിൻ്റെ ചെയർമാനാണ് മട്ടന്നൂർ ശിവൻകുട്ടിയാണ് അല്ലെ. ശിവൻകുട്ടിയല്ല, ശങ്കരൻകുട്ടിയാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. നിലവിൽ വന്നത് 1958 ഏപ്രിൽ 26-നാണ്. ആസ്ഥാനം ഈ പറഞ്ഞ ലളിതകലാ അക്കാദമിൻ്റെ അതേ അവിടെ തന്നെയാണ് ഇവരെ, ചെമ്പുകാവ്, തൃശ്ശൂരാണ്. പ്രഥമ പ്രസിഡന്റ് ആരാണ്? മങ്കു തമ്പുന. പ്രസിദ്ധീകരണം ഇമ്പോർട്ടൻ്റ് ആണ്, കേളി. പ്രസിദ്ധീകരണം ഏതാണ്? സംഗീത നാടക അക്കാദമിൻ്റെ പ്രസിദ്ധീകരണമാണ് ഇത് എന്ന് പറഞ്ഞാൽ കേളി എന്ന് പറഞ്ഞാൽ അല്ലെ. അതുപോലെ ഫോക്ലോർ അക്കാദമി അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്. ഫോക്ലോർ അക്കാദമി അല്ലെ. OS ഉണ്ണികൃഷ്ണനാണ്. പടയണിയായിട്ട് ബന്ധപ്പെട്ട ആളാണ് ആര്? OS ഉണ്ണികൃഷ്ണൻ അല്ലെ. സ്ഥാപിതമായത് 1995 ജൂൺ 28-നാണെങ്കിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോഴാണ് 1996 ജനുവരി 20-നാണ്. 1996 ജനുവരി 20-നാണ്. അതുപോലെ ആസ്ഥാനം ചിറക്കലാണ്, കണ്ണൂരാണ്. അവിടെയാണ് ചെറുശ്ശേരിന്റെ പ്രതിമയൊക്കെ സ്ഥിതി ചെയ്യുന്നത് അല്ലെ. ഫോക്ലോർ അക്കാദമിയായിട്ട് ബന്ധപ്പെട്ടല്ലേ. അതുപോലെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജി ഭാർഗവൻ പിള്ളയാണ്. പ്രസിദ്ധീകരണം ഏതാണ്? പൊലിയാണ്. ഏതാണ് പ്രസിദ്ധീകരണം? ഏതാണ്? പൊലിയാണ് അല്ലെ. PK കാളൻ പുരസ്കാരം നൽകുന്ന സ്ഥാപനമാണ് ഇത് ഫോക്ലോർ അക്കാദമി അല്ലെ. അതുപോലെ നാടൻ കലാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഈ ഫോക്ലോർ അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്താണ് കേരള കലാമണ്ഡലമാണ്. കേരള കലാമണ്ഡലത്തിന്റെ നിലവിലെ ചാൻസലർ ആരാന്ന് വെച്ചാലാണ് മല്ലിക സാരാഭായാണ്. ഇതൊരു കൽപ്പിത സർവകലാശാലയാണ്, അതുകൊണ്ടാണ് ഇതൊരു ചാൻസലർക്ക് വരിക. പൊതുവേ ഗവർണറാണ് വരിക, പക്ഷേ ഇതൊരു കൽപ്പിത സർവകലാശാല ആയതുകൊണ്ട് ഇതിനൊരു ചാൻസലർ പദവിയിൽ ഒരു വ്യക്തിയാണുള്ള ആരാണത്? മല്ലിക സാരാഭായാണ് അല്ലെ. വിക്രം സാരാഭായുടെയും അതുപോലെ തന്നെ മൃണാളിനി സാരാഭായുടെയും മകളാണ് ആര്? മല്ലിക സാരാഭായ് അല്ലെ. ഈ പറഞ്ഞ നൃത്തമായിട്ടാണ് ആര് ബന്ധപ്പെട്ടിരിക്കുന്നത്? മല്ലിക സാരാഭായ്. അതുപോലെ വൈസ് ചാൻസലർ PSC ചോദിച്ചിട്ടുണ്ട് ആരാണ്? B അനന്തകൃഷ്ണനാണ്. ആരാണ്? B അനന്തകൃഷ്ണനാണ്. ഓർത്തിരിക്കുക. നിലവിൽ വന്നത് 1930 നവംബർ 9-നാണ്. അതിനു മുമ്പ് അതൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് 1927-ലാണ്. അപ്പോൾ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് വന്നപ്പോൾ എന്ന് വെച്ചാൽ 1927 തന്നെ പഠിക്കണം. എന്നാൽ അതുപോലെ തന്നെ കലാമണ്ഡലം വന്നപ്പോൾ എന്ന് വെച്ചാൽ 1930 എന്താണ് നവംബർ 9. സ്ഥാപകരാരാണ്? വള്ളത്തോളും മണക്കുളം മുകുന്ദരാജയാണ്. ആ രണ്ട് പേരുകളും പഠിക്കണം. സ്ഥിതി ചെയ്യുന്നത് വള്ളത്തോൾ നഗർ, ചെറുതുരുത്തി, തൃശ്ശൂരാണ്. നെഹ്റു സന്ദർശിച്ചപ്പോഴാണ് 1955-ലാണ്. കേരള സർക്കാർ ഏറ്റെടുത്തത് എപ്പോഴാണ്? 1957-ലാണ്. കൽപ്പിത സർവകലാശാലയായിട്ട് പ്രഖ്യാപിച്ചപ്പോഴായിരുന്നു 2007-ലായിരുന്നു. UGC A കാറ്റഗറി പദവി 2010-ലാണ്. പ്രോ ചാൻസലർ ആരാണ്? ഇതിന്റെ ചാൻസലർ മല്ലിക സാരാഭായാണ്. പക്ഷെ പ്രോ ചാൻസലർ ആരായിരിക്കും? സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരിക്കും. നിലവിൽ ആരാണ്? സജി ചെറിയാനാണ്. ആരാണ്? സജി ചെറിയാൻ അല്ലെ. ഈ പറഞ്ഞ ചെങ്ങന്നൂർ MLA ആയിട്ടുള്ള സജി ചെറിയാനാണ്. അതുപോലെ പ്രഥമ വൈസ് ചാൻസലർ ആണ് ആര്? KG പൗലോസ്. പ്രഥമ വൈസ് ചാൻസലർ ആയിരുന്നു KG പൗലോസ് ആയിരുന്നു എന്ന് ഓർത്തിരിക്കുക. ഓക്കെ,
അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആണെന്ന് പറഞ്ഞാൽ പ്രേംകുമാറാണ് അല്ല, സിനിമ നടനായിട്ട് പ്രേംകുമാറാണ്. നിലവിൽ വന്നത് 98-ലാണ്, 1998-ലാണ്. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. അതുപോലെ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയർമാൻ ഇവിടെ ഷാജി എൻ കരുണാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം മരിച്ചു ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് പുതുതായിട്ട് ആ പദവിയിലോട്ട് ആരും വന്നിട്ടില്ല എന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. ഓക്കെ, നിലവിൽ അതിൻ്റെ സൈറ്റിലാണെങ്കിൽ ഷാജി എൻ കരുൺ എന്നുള്ള പേര് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കുറച്ച് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആണെങ്കിൽ മേ ബി ഷാജി എൻ കരുണായിരിക്കും ആൻസർ വരിക. പക്ഷെ നിലവിൽ അദ്ദേഹം മരിച്ചുകൊണ്ട് തന്നെ ആ പോസ്റ്റിൽ വേക്കൻ്റ് അല്ല. പുതിയ ആൾക്കാർ ആരെങ്കിലും നിയമിതനായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് നിലവിൽ വന്നത് 1975ആണ്. ആസ്ഥാനം രണ്ടും തിരുവനന്തപുരമാണ്. ഓക്കെ, അപ്പോൾ ഈ വർഷം ഒന്ന് മറക്കാൻ നോക്കുക. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വന്നത് 98-ലും അതുപോലെ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വന്നത് 1975-ലുമാണ്. 1975-ലുമാണ്. അത് രണ്ടും എന്ത് ചെയ്യുക, മാറാണ്ടിരിക്കാൻ എന്ത് ചെയ്യുക, ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് പ്രധാനപ്പെട്ട കുറച്ച് പദവികളും കൂടി നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, നോക്കിപ്പോവാം. കെആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് അല്ലെ, കുറേ വിവാദങ്ങളും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയാളെ പേരൊന്ന് ഓർത്തിരിക്കുക, സയ്യിദ് അക്തർ മിർസിയാണ്. ആരാണ്? സയ്യിദ് അക്തർ മിർസിയാണ്. അതുപോലെ മലയാളം മിഷൻ ഡയറക്ടർ ആരാണ്? മുരുകൻ കാട്ടാക്കടയാണ്. പക്ഷേ മലയാളം മിഷൻ്റെ ചെയർമാൻ ചോദിച്ചാൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പക്ഷേ അതിൻ്റെ ഡയറക്ടർ ആരാണ്? അതിൻ്റെ എന്താണ് ഔദ്യോഗിക ഡയറക്ടർ ആരാന്ന് വെച്ചാൽ ആരാണ്? ഔദ്യോഗിക വിഭാഗത്തിൻ്റെ ഡയറക്ടർ ആരാണ്? മുരുകൻ കാട്ടാക്കടയാണ്. സാക്ഷരതാ മിഷൻ ഡയറക്ടർ AG ഒലീനയാണ്. AG ഒലീന. അതുപോലെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറാണ് ഡോക്ടർ സത്യൻ M ആണ്. അതുപോലെ ശുചിത്വ മിഷൻ ഡയറക്ടർ UV ജോസ് ആണ്. ആരാണ്? ശുചിത്വ മിഷൻ ആരാണ്? UV ജോസ് ആണ്. ആരാണ്? UV ജോസ് ആണ്. അതുപോലെ തന്നെ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ KC റോസക്കുട്ടി. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണെന്ന് വെച്ചാൽ ഗോപി കോട്ടമുറിക്കലും. CEO ആരാണ്? ജോ TM ചാക്കോയാണ്. ഇത് രണ്ട് PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ്. PSC ചെയർമാൻ ആരാണ്? നിലവിലെ PSC ചെയർമാൻ ആരാന്ന് വെച്ചാൽ ആരാണത്? MR ബൈജു ആണ്. MR ബൈജു ആണ്. അതുപോലെ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ആരാണ്? U ഷറഫ് അലിയാണ്. അല്ലെ, ഇമ്പോർട്ടൻ്റ് ആണ് ഈ പദവി. അത് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആണ്. ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു U ഷറഫ്. ഇന്ത്യൻ മുൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആയിരുന്നു U ഷറഫ് അലി. അല്ലെ, കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ്. ഈയിടയ്ക്ക് എക്സാമിന് ചോദിച്ചാണ്. അതാരാണ്? V സുനിൽകുമാർ ആണ്. അല്ലെ, അതുപോലെ തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാൻ ആരാണ്? PD രാജൻ. അതുപോലെ കേരള വിജിലൻസ് ഡയറക്ടർ പദവിയിലേക്ക് പുതിയതായിട്ടാണ് നിയമിതനായ ആരാണ്? മനോജ് എബ്രഹാം IPS ആരാണ്? മനോജ് എബ്രഹാം IPS ആണ്. അതുപോലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല അല്ലെ, എന്താണ് അതിൻ്റെ എന്താണ് ഇതാരാണ്? ജഗത് രാജ് VP ആണ്. ഡിജിറ്റൽ സർവകലാശാലേൻ്റെ മേധാവിയാണ് ആര്? സിസ തോമസ് ആണ്. ഡോക്ടർ സിസ തോമസ് ആണ്. മലയാള സർവകലാശാലേൻ്റെ ആരാണ്? ഡോക്ടർ L സുഷമയാണ്. ഡോക്ടർ L സുഷമയാണ്. അതായത് അതുപോലെ തന്നെ നിലവിൽ ശമ്പള കമ്മീഷൻ അല്ലെ, ശമ്പള കമ്മീഷൻ ആരാണ്? K മോഹൻദാസ് ആണ്. അല്ലെ, 11ാമത്. അതുപോലെ തന്നെ കൊച്ചി മെട്രോൻ്റെ MD ആണ് ആരെന്ന് പറഞ്ഞാൽ ലോകനാഥ് ബെഹ്റ. അപ്പോൾ ഇത്രയും പദവികളാണ് പ്രധാനപ്പെട്ട പദവികൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാലും ചില പദവികൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് നമ്മൾ പറ്റുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യും. ലോകത്തിലെ പദവികളൊന്നും നമ്മൾ പ്രധാനപ്പെട്ട പദവികളും അതുപോലെ ചില ലോകത്തിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രി, CSC ചോദിക്കാൻ സാധ്യതയില്ല. അതൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള പദവികളൊക്കെ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിലും കൂടി ഡിസ്കസ് ചെയ്യും. ഇത് വീഡിയോ കുറേ ലെങ്ത് ആയതുകൊണ്ടാണ് നമ്മളിത് ഇവിടെ നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ചെയ്യണം. അതാണ് നമുക്കുള്ള പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, എന്താണ് ചാനൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് നമ്മളിവിടെ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ചാനൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ വീഡിയോ കുറച്ച് ഞാൻ സ്പീഡായിട്ടാണ് എടുത്തത്, കാരണം ഒരുപാട് ലെങ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ നോട്ട്സും കാര്യങ്ങളൊക്കെ നോക്കി എന്ത് ചെയ്യുക, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.